ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ 1-2 ദിവസത്തെ കുട്ടി വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഇവിടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ ആട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കണു. വേഗം പോയി വീഡിയോ കണ്ടിട്ട് പോയേ. ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അധികം ഗ്യാപ്പൊന്നും എടുത്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇട്ടിട്ട് ഞാനൊരു മാസം കഴിഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇട്ട്. ഇപ്പം എന്തായാലും 1 വീക്കിനുള്ളിൽ തന്നെ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഠായി ഉണ്ട്, മിഠായി കാണിക്കാനാ കൊണ്ടുപോയി വാ. അപ്പോൾ ഇപ്പൊ ഞങ്ങള് കറങ്ങാനും നല്ല ആക്ച്വലി പുളി മിഠായി അല്ല, അത് ചോക്ലേറ്റ് ആണ്. അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, കുറെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയാണ്. അപ്പൊ ഞാൻ ക്യാമറ കൂടെ കൈ പിടിച്ചതേ ഉള്ളു. അപ്പൊ ഇവാക്ക് നാളെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഇവ 2 മാസം വീട്ടിൽ കിടന്ന് ഉറങ്ങി സുഖിച്ചിരിക്കായിരുന്നു. എവിടെ സ്കൂളിൽ പോണോ? ഇവ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കാട്ടോ. നാളെ സ്കൂളിൽ പോണം. അപ്പൊ രാവിലെ എണീപ്പിച്ച് ഇടണം. അതൊക്കെ ചടങ്ങാണ്. കാരണം 2 മാസമായിട്ട് നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇവ. അപ്പോ അത് ഇന്നിനി ഇവാക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇവയുടെ ബാഗ് ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിലൊക്കെ ഇവ ആകെ വീട്ടിൽ കുടിച്ചോണ്ട് നടക്കായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ രണ്ടെണ്ണം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങണം. അപ്പൊ നമ്മളിപ്പോ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. പിന്നെ ആഫി നമ്മൾ എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ കൊണ്ടുപോകും. അതാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. വീഡിയോയിൽ എന്തെങ്കിലും വേണ്ടേ. അപ്പൊ നമ്മൾ ആഫി ഇന്ന് കറങ്ങാൻ കൊണ്ടുപോകും. നമ്മളിന്ന് ഫുള്ള് കറങ്ങി നടക്കും. അതൊക്കെയാണ് ഇന്നത്തെ എന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം തന്നെ എവിടെ വേണം അഫി? ആദ്യം നമുക്ക് പെട്രോൾ അടിക്കാൻ പോകാട്ടോ. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കടയിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് എനിക്ക് കുറെ ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ എനിക്കിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ അഫി? അഫി എന്റെ അടുത്ത് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കിട്ടിയോ. കൊച്ചിനെ കുറ്റം കൊണ്ട് കാര്യമില്ല. ഉച്ചയായി കേട്ടോ. ഇവ എണീറ്റ് വന്നത്. ഞങ്ങള് കഴിച്ചു കഴിഞ്ഞ് ഇവ ഉറക്കം എണീറ്റ് ഉച്ചക്കാണ് എണീറ്റിട്ട് ഇപ്പൊ രാവിലത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മേലെയുള്ള ഫുഡ് ബുക്ക് റെസ്റ്റോറൻറ്റിലോട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് അഫി എന്നോട് പറയാറുണ്ട് നല്ല റെസ്റ്റോറൻറ്റാണ്, അഫി ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്, നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മളൊരു 3:30 കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ അപ്പോൾ അവർ വന്ന പാടെ തന്നെ പറഞ്ഞു ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് എന്തായാലും ഊണ് കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായില്ല. വല്ല ബിരിയാണി വാങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷെ അവിടെ എത്തിക്കാനപ്പോൾ ഓർത്തു എന്നാൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ ആ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു ചില്ലി ചിക്കൻ്റെ കളറൊക്കെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ടെക്സ്ചറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാലോചിച്ചത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഒരു ചില്ലി ചിക്കൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് 1-2 കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ട്രോളിക്ക് കേട്ടോ. അതായത് ഇത് ചില്ലി ചിക്കൻ എന്നല്ല ചിക്കൻ സൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനിങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ഗ്രേവി ആയിട്ടാട്ടോ ഉണ്ടാക്കണത്. പക്ഷേ ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞ് കളിയാക്കാനൊന്നുമില്ല. അത്യാവശ്യം ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല. കാരണം അവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞു കൊണ്ടുപോയേട്ടോ. ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചില്ലി ചിക്കൻ ആണെങ്കിൽ നിറയെ ബോൺസ് ഒക്കെ ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആയിരുന്നു. എന്തോ ഒരു ടേസ്റ്റ് എനിക്ക്, അതായത് നമ്മുടെ നാട്ടിലെ ചില്ലി ചിക്കൻ വെച്ച് നോക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ഒറിജിനൽ ചില്ലി ചിക്കൻ, പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇനി ഇതാ ഇവാക്ക് ബാഗ് വാങ്ങണം. അപ്പോൾ നെസ്റ്റോയിൽ നമ്മൾ ബാഗ് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ കാര്യമായിട്ട് സെലക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ സഫാരിയിൽ നോക്കാമെന്ന് പറഞ്ഞാൽ
എനിക്ക് ദോശ വാങ്ങാൻ വരുമ്പോ വാങ്ങി തന്നില്ല. നമ്മളങ്ങനെ സഫാരി മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു സ്കൂൾ തുറക്കുന്നതനുസരിച്ച് അവർ ആ ഒരു ഏരിയയിൽ ഫുൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു സ്കൂൾ ബസ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വാങ്ങേണ്ടത് ബാഗാണ്. അപ്പോൾ ഇവളുടെ ബാഗ് പുതിയതാണ്, 3-4 മാസം ആയിട്ടുള്ളൂ. എന്നാലും അവളുടെ യൂസേജ് ആയതുകൊണ്ടായിരിക്കും നല്ലോണം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്ര നല്ല ബാഗും ആയിരുന്നില്ല കേട്ടോ അത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി നല്ലൊരു ബാഗ് വാങ്ങാമെന്നും പറഞ്ഞ് കുറച്ച് വലിയൊരു ബാഗ് വാങ്ങാമെന്നും പറഞ്ഞ് വന്നതാണേ. അപ്പോൾ അതാ ഇവ ഇങ്ങനെ ഓരോരോ ബാഗ്സൊക്കെ എടുത്ത് നോക്കണുണ്ടായിരുന്നു. നോക്ക്. അപ്പം ഞാൻ അധികം ലൈറ്റ് കളേഴ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവളുടെ യൂസിന് ലൈറ്റ് കളർ വാങ്ങിയാൽ വേഗം ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അവൾക്ക് ശരിക്കും ഏത് ബാഗാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അവളിങ്ങനെ പിങ്ക് കളറൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്കട്ടെ. അങ്ങനെ അവസാനം അവൾക്ക് ഇഷ്ടമുള്ള തന്നെ ഒരു ബാഗ് ആട്ടോ വാങ്ങിയിട്ടുണ്ടായേ. ഇഷ്ടമായോ? ക്യാറ്റിന്റെ സ്പെല്ലിംഗ് എന്താ വായിച്ചേ? പെട്ട് ചുമ്മാ തള്ളാണ് കേട്ടോ. ക്യാറ്റിന്റെ ഫോട്ടോ കണ്ടിട്ടാണ്. ഇനിയിപ്പോൾ ഇവാൾക്ക് കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഞങ്ങളിപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവ കുട്ടി ഉറങ്ങിപ്പോയി. ഇവ കാറിൽ കിടന്നിട്ട് ഇപ്പം എത്താറായപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി കേട്ടോ. അവള് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് മിക്കപ്പോഴും ഉള്ള കേട്ടോ ഈ ഒരു ഉറക്കം. അപ്പോൾ ഇങ്ങനെ ഉറക്കാൻ പറ്റില്ല. കാരണം ഇപ്പം തന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് എടുത്ത് ഉറക്കണം. കാരണം രാവിലെ എണീക്കാനുള്ളതാണ്. 5-5:30 ആകുമ്പോഴെങ്കിലും അവൾ ഉണർത്തണം. 6 മണി കഴിയുമ്പോൾ ബസ് വരും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇവായെ വിളിച്ച് പൊക്കി എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് കിടത്തി ഉറക്കട്ടെ കേട്ടോ. ഇത്രയും ദിവസം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും എത്ര വേണേലും ഉറങ്ങായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ട് വീണ്ടും ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ എണീക്കുക, സ്കൂളിൽ പോവുക, ആകെ മൊത്തം ഇനി ബിസി ആയിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ആയിട്ടുണ്ട്. ഞാൻ ആദ്യം രാവിലെ തന്നെ എണീറ്റ് കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഇവാൾക്ക് ജസ്റ്റ് ഒരു പാല് കാച്ചണം, പിന്നെ അവൾക്ക് ടിഫിൻ ബോക്സൊക്കെ ഒന്ന് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ അത്രയും തന്നെ ഉള്ളൂ. അങ്ങനെ പാലൊക്കെ കാച്ചി സെറ്റായി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വന്നിട്ട് ആകെ ഞാൻ കിറങ്ങി നിൽക്കാം കേട്ടോ. കാരണം കുറേ ആയില്ലേ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഉറങ്ങി ശീലിച്ചിട്ട് എന്താ പറയുക, ആകെ ഭയങ്കര ഉറക്കം വരെയാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ പാലൊക്കെ കാച്ചി ഒന്ന് സെറ്റാക്കിയിട്ട് ടിഫിൻ ബോക്സ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അധികം എന്താ പറയുക, ജസ്റ്റ് എപ്പോഴും ഒരു ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും ജാമ് അല്ലെങ്കിൽ എഗ്ഗ് അങ്ങനത്തെ സംഭവങ്ങളാട്ടോ കൊടുക്കാറുള്ളത്. കാരണം അവളിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്ത് കൊടുത്തു വിട്ടാലും കഴിക്കൂല. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ടിപ്പോൾ ദോശയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും പേരിന് ഇങ്ങനെ കൊടുക്കും, എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെയൊക്കെ ഇട്ടിട്ടാട്ടോ കൊടുക്കാറുള്ളത്. പിന്നെ 10:30-11 മണിയാകുമ്പോൾ ആളിവിടെ എത്തുമല്ലോ. അപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡും ന്യൂട്ടെല്ലാണ് കൊടുത്തിട്ടുണ്ടായത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓറഞ്ചും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഫുഡ് കഴിക്കാൻ മടിയാണെങ്കിലും ഫ്രൂട്ട്സൊക്കെ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അതായത് എല്ലാ ഫ്രൂട്ട്സൊന്നും അല്ല, ഓറഞ്ചൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഓറഞ്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നേരെ റൂമിൽ വന്നിട്ട് ഇവായെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച കുറേ ദിവസം ആയതുകൊണ്ട് എണീക്കില്ലായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളെ വിളിച്ച പാടാനെ അവൾ ചാടി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി അത്യാവശ്യം നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എണീക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വിളിച്ച പാടേണ്ട എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൽ പോകാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതായത് ഇങ്ങനെ എപ്പോഴും കളിക്കണം, ഫ്രണ്ട്സിനെ കാണണം, അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കണേനേക്കാളും സ്കൂളുള്ള ദിവസമാണ് അവൾക്ക് സന്തോഷം. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടാനായിട്ടാണെങ്കിൽ ഇന്നും ഒരു മടിയൊന്നും കാണിച്ചില്ല. പിന്നെ അത് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗോൾഡൊക്കെ ഊരി വയ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് അഴിച്ച് സെറ്റാക്കി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സുന്ദരിക്കുട്ടി ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. എന്നാലും അവൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ
നിൽക്കായിരുന്നേ. ഇവ അതാ പാല് കുടിക്കുകയാണ്. അപ്പോൾ രാവിലെ ഈ ഒരു പാല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു പാല് കുടിക്കും, ചിലപ്പോൾ വല്ല നട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലതും കഴിക്കും എന്നല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ആ ഒരു ടൈമാണ് 5:45 കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു നേരത്ത് ഇതൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇവ അങ്ങനെ പോകാൻ നേരം അഫിയെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് കേട്ടോ പോവാന്ന് പറയാനായിട്ട്. അപ്പോൾ അഫയാണെങ്കിൽ ഇനി ഇച്ചിരി നേരം കൂടെ ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ പ്രാന്തിലാണ്. ഞങ്ങളങ്ങനെ ബസ് കയറാൻ വേണ്ടി വന്നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ ബസ് വരും കേട്ടോ, വേറെ എങ്ങോട്ടും പോയി നിൽക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇവാണെങ്കിൽ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇവ ശരിക്കും ഇന്ന് ഈ ഒരു യൂണിഫോമിൽ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവള് ഒരു 3-4 മാസം മുന്നേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അന്നത്തെക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പം ആൾ കുറേ കൂടി വലുതായ പോലെ തോന്നാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവാൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അതായത് അവളുടെ ഏജിലുള്ള കുട്ടികൾ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആള് വണ്ണം വെക്കണമെന്നില്ലെങ്കിലും ഹൈറ്റ് കൂടി 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 പോവാട്ടോ, വേഗം പൊക്കം വെച്ച് പോവാണ്. അങ്ങനെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് ഓടിച്ചാടി ബസ്സിൽ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ എന്നിട്ട് എനിക്ക് ഉറക്കമൊന്നും വരണുണ്ടായില്ല. പിന്നെ ഞാൻ എന്താ അഫിയെ വിളിച്ചുണർത്താനുള്ള പരിപാടിയായിട്ട്. അഫിക്ക് ഒരു 8 മണിയാകുമ്പോൾ ഓഫീസിൽ പോകണം. അപ്പോൾ അത് അഫീനെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഫി ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഫുള്ള് സെറ്റായിട്ടോ ഓഫീസിൽ പോവുകയാണ്. ഇനിയിപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാട്ടോ, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബോറടിയാട്ടോ. ഇവ വരുന്നവരെ ഇനി എന്തായാലും സമയം തള്ളി നീക്കണം. എനിക്ക് ഉറങ്ങാനും പേടിയാട്ടോ, ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എണീക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ലാപ്ടോപ്പൊക്കെ എടുത്ത് കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കവും റെഡി ആവില്ല, മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റില്ല. ബസ് വരുമോ എന്നുള്ള ടെൻഷനില്ല, അങ്ങനെ ഉറങ്ങാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതായത് ഇവാൾക്ക് വരുമ്പോൾ ദോശ കൊടുക്കണം. അപ്പോൾ ദോശ മാവൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ മിക്സിയിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നീർദോശ ഉണ്ടാക്കി. അതാണല്ലോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ വരുന്നൊരു സാധനം. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ പനീർ കഴിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ സാധാരണ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചൊക്കെ ആട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് വയ്യ, എനിക്ക് മാത്രം 2-3 ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെയൊക്കെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കറിയും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറിനുള്ള കുറച്ച് അരി ഇടാം കേട്ടോ. അപ്പോൾ അരി ആകെ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഈ വാക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ ആകെ ഒരു 2 പിടി അരി ഇട്ടാൽ മതിയേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 10:45 ആയപ്പോൾ തന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ് വേഗം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവ ഇന്ന് ബസ്സിലിരുന്ന് വോമിറ്റ് ചെയ്തു എന്നൊക്കെ ഡ്രൈവർ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഡ്രൈവറിനോട് ചോദിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. എന്താണെന്ന് എല്ലാരും പറഞ്ഞു ചോറെന്ന് പറഞ്ഞ് നല്ലയാണെന്ന്. ചോറാ കുഴിമന്തി എന്തല്ല ആണോ? അതാ ഞാൻ ഫുഡ് കഴിച്ചില്ല. എന്താ ഫുഡ് കഴിക്കാത്ത? എനിക്ക് ഫുഡ് ഇഷ്ടമായി, വീട്ടിൽ കഴിക്കാൻ ഇഷ്ടമായി. ഞാനൊന്ന് സാധിച്ചു പോയി. ആണോ? ബസ് ഞാൻ ബസ്സിന് പാല് കുടിച്ചപ്പോ എനിക്ക് സൈഡിക്കാൻ വന്നു. കൊറേ പാല് കുടിച്ചില്ല, അതാണ് സൈഡിക്കാൻ വന്നു. അവിടെ ബസ്സിൽ നമുക്ക് സൈഡിക്കാൻ വന്നായിരുന്നു. കിറ്റുണ്ട് ബസ്സിൽ കൂടെ, അതിലാണ് എല്ലാരും സൈഡിക്കണേ. കിറ്റില് ഛർദിച്ചാ? ഇല്ല, പക്ഷെ ഞാൻ എനിക്ക് സൈഡിക്കാൻ വന്നപ്പോ ഞാൻ പുറത്തിരുന്ന് സൈഡിച്ച്. പുറത്തിറങ്ങിയാ? എവിടെ ഇറങ്ങി? പുറത്തിറങ്ങിട്ട് റോഡിലാ? റോഡിലല്ല, സ്കൂളിലാ. ബാഗ് ഞാൻ കഴിച്ചില്ല. സോറി ഉമ്മച്ചി, ഇത് അതല്ല. ഏത്? പഠിക്കാനും ഉണ്ടായിരുന്നു, ABCD പഠിക്കാനുണ്ടായിരുന്നു സ്കൂളിലാ? ആണോ? എന്നിട്ട് ബുക്ക് ABCD ബുക്ക് വേണം. ഇന്ന് ബുക്കൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞായിരുന്നു.
ഉമ്മച്ചി അന്നിട്ട് നമ്മൾ ലാസ്റ്റ് റൗണ്ട് എഴുതുന്നത് കുറെ നേരം ABCD ബുക്ക് എടുക്കൊണ്ട് പറഞ്ഞു ടീച്ചർ. ആ എന്താ ടീച്ചർ തന്നെ പറഞ്ഞത് ബുക്കൊന്നും കൊണ്ടുവരണ്ട, ഇന്ന് ഒന്നും കൊടുത്തു വിടണ്ടെന്ന്. അതിന്റെ ഫ്രണ്ട് എന്താ കീറി പറിച്ചെടുത്തത്? അതിന്റെ ഫ്രണ്ട്സ് എങ്ങനെ കണ്ട് കുഴിമന്തി പാട്ട്? ഫോണിൽ അമ്മച്ചി ഇട്ടല്ലേ അപ്പൊ ഇട്ടാക്കും. എന്നിട്ട് എന്ത് പറഞ്ഞു? പൊളി 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 പൊളി. പൊളിന്ന് പറഞ്ഞാ എന്നെ ഓറഞ്ച് കഴിക്കാതെ വെച്ചേക്കണേ? അത് ഞാൻ മറന്നു പോയുമ്പോ കണ്ടില്ല ഓറഞ്ച്. കണ്ടില്ല ഇവിടെ ഇരുന്നട്ടാ? കൊള്ളാം നീ. അങ്ങനത്തെ ഇവക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളിൽ പോകാണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങി ശീലിച്ചുകൊണ്ടായിരിക്കും കേട്ടോ. ഇന്ന് രാവിലെ ബസ്സിൽ വെച്ചിട്ട് വോമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടോ. കുറേ വോമിറ്റ് ചെയ്തുവാ. അത് ശീലമില്ലല്ലോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അതായത് അവൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതിപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് ഇങ്ങനെ പോയോണ്ടായിരിക്കും. റെഡി ആയിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് വേഗം തന്നെ ഇവാക്ക് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവ അപ്പോൾ അതാ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ പോവാ കേട്ടോ, അല്ലേ? അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങട്ടെ കേട്ടോ. എനിക്ക് ആകെ ഇങ്ങനെ കണ്ണൊക്കെ നേരെ നിൽക്കണില്ല. കാരണം ഉറങ്ങണേയും കൂടെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ 2 മണിക്ക് ഉറങ്ങിയിട്ട് 5 മണിക്ക് എണീറ്റ് ആകെ 3 മണിക്കൂടെ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഇവ പിന്നെ രാത്രി 10:30 തൊട്ട് ഉറങ്ങണേ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. കാണിക്കാം. അവിടെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇവ കുട്ടി ഉറങ്ങി വീണു.